നരേന്ദ്രനും എന്റെ മരുമകനും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കണം. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ വിവാഹം ഞാൻ നടത്തില്ലായിരുന്നു. ഇപ്പൊ അടുത്തേക്ക് ആര് വന്നാലും അമ്മ അതൊന്നും അറിയുന്നില്ലല്ലോ. അമ്മ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നെ? ഞാൻ അനുവിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓ, ചേച്ചി പോയതുകൊണ്ട് പറയാൻ ഒരു കാരണം ഉണ്ടായി. വീട് വിട്ടുപോയ മോളെ കുറിച്ചാണ് എപ്പോഴും ചിന്തയെന്ന്. എന്നാൽ അതല്ല സത്യം. ഈ വിവാഹം ഒരു പരാജയമാണോന്ന് എനിക്ക് സംശയമുണ്ട്. അതെന്താ അമ്മ അങ്ങനെ പറയുന്നത്? ഹരീഷ് അത്യാവശ്യം സംശയരോഗമുള്ള കൂട്ടത്തിലാ. അവനെ ആ ചന്തുവിന്റെ അനുവിന്റെയും ബന്ധത്തിൽ സംശയിക്കുന്നുണ്ട്. അതിനമ്മ വക്കീലങ്ങളുടെ കാല് പിടിക്കേണ്ട കാര്യമുണ്ടോ? നീ ഒരു കാര്യം ചെയ്, നിന്റെ അച്ഛനൊപ്പം പൊയ്ക്കോ. എന്റെ തലയാകെ ചൂട് പിടിച്ചിരിക്കുക. അതിന്റെ കൂടെ ഇതുപോലുള്ള സംസാരമൊന്നും എനിക്ക് കേൾക്കണ്ട ദേവാ. ഒന്നാമത് നിന്റെ അച്ഛനൊപ്പം ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല. ഇതിപ്പോ ആദ്യമായിട്ട് ഒരുമിച്ച് ഒരിടത്തോട്ട് പോകാൻ ഇറങ്ങുന്നത്. അതിനു പിന്നിലും വക്കീലങ്ങളായിരിക്കും. ഈ അടുത്ത സമയത്ത് അങ്കിൾ എന്തു പറഞ്ഞാലും അമ്മ കേൾക്കുമല്ലോ. നിനക്കിപ്പോ എന്താ? എന്റെ മനസ്സിലുള്ളത് തുറന്ന് പുറത്തിടാനാണോ നീ നോക്കുന്നേ? തന്റെ മനസ്സിനകത്ത് അതുപോലെ എന്തെങ്കിലും ഭാരം കാണും. അതായിരിക്കും മോള് വലിച്ചു പുറത്തിടാൻ നോക്കുന്നേ. എനിക്കറിയാം ഇതിന്റെ ഒക്കെ പിന്നില് നിങ്ങളായിരിക്കുമെന്ന്. ഏതിന്റെയൊക്കെ പിന്നിൽ? നീ എന്താ ചിത്ര ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എന്നോടിപ്പോ എന്റെ മക്കളിപ്പോ സമയം ചെലവഴിക്കാറില്ല, സംസാരിക്കാറില്ല. അവരിപ്പോ നിന്റെ മക്കളല്ലേ. അതുകൊണ്ട് ഞാൻ എന്റെ മക്കളെ ബ്രെയിൻ വാഷ് ചെയ്തെന്ന് ഇനി പറയരുത്. അതിരാവിലെ തന്നെ അവിടെ എത്താന്ന് പറഞ്ഞതാ. പോവാം, വാ. പോകുന്നതൊക്കെ കൊള്ളാം. മരുമോന്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് കുറച്ച് മാന്യമായിട്ട് എന്നോട് സംസാരിക്കാൻ പെരുമാറുകയും വേണം. ഹരീഷിന്റെ കാര്യം അറിയാലോ. അവൻ അനുമോളെ കുറച്ച് സംശയമുണ്ട്. അതിന്റെ കൂടെ വീട്ടിനകത്ത് മോളുടെ അച്ഛനും അമ്മയും തമ്മിൽ ഐക്യമില്ലെന്ന് മരുമോനും അവന്റെ വീട്ടുകാരും തൽക്കാലം അറിയണ്ട. അയാള് ചേച്ചിയെ സംശയിച്ച ബന്ധം അറുത്തു മാറ്റിയിട്ട് ചേച്ചി ഇങ്ങ് പോരോന്നാ പറയുന്നത്. ഇന്നലെ താലികെട്ടിന് മുമ്പ് അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നല്ലോ. അതുകൊണ്ടാ ചെക്കനെയും പെണ്ണിനെയും കണ്ടൊന്ന് സംസാരിക്കാമെന്ന് കരുതിയത്. ഇന്നത്തെ ദിവസം നല്ല തിരക്കുണ്ട്. അതുകൊണ്ടാണ് രാവിലെ തന്നെ ഇങ്ങോട്ട് പോകുന്നത്. ഇന്ന് അനുമോളുടെ വീട്ടിൽ നിന്ന് എല്ലാരും വരുന്നുണ്ട് മറുവീട് കാണാൻ. ആഹാ, ഉടനെ അവരിങ്ങെത്തും. അനുമോളുടെ അച്ഛനെയും അമ്മയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഞാനൊന്ന് മണ്ഡപത്തിൽ വെച്ച് പരിചയപ്പെടുത്തിയായിരുന്നു. ഓ യെസ്, കതിർ മണ്ഡപത്തിൽ വെച്ച് പരിചയപ്പെട്ടിരുന്നു. പക്ഷെ അമ്മയെ കണ്ടില്ല. അതിനെന്താ, ഇപ്പൊ കാണാലോ. കൊടുക്കോളെ. ആ, പുതുപ്പെണ്ണെത്തിയല്ലോ. ഞാൻ ഇന്നലെ കൃത്യസമയത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ മോക്ക് വേറെ വീട്ടിലേക്ക് പോകേണ്ടി വന്നേനല്ലേ. അതൊക്കെ ഒരുതരം ഡ്രാമയാസം. അതേപ്പറ്റിയൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് സംസാരിക്കാം. ആ, എന്ത് ഡ്രാമ ആയാലും ശരി, ഒന്നിക്കാനുള്ളവർ ഒന്നിച്ചു കഴിഞ്ഞു അല്ലേ വിശ്വാസ സാറേ? അതെ സാറേ, അത് തന്നെയാണ് ഞാനും പറഞ്ഞു വന്നത്. ഇനിയിപ്പോ പൊരുത്തക്കേടുകളൊന്നുമില്ലാതെ രണ്ടാളും മുന്നോട്ട് പോണം കേട്ടോ മോളെ. വേണ്ടാന്ന് വെക്കുന്നതായിരുന്നു നല്ലത്. ഇയാളെ പോലൊരു ഭർത്താവ് ഏത് പെൺകുട്ടികൾക്കും ബാധ്യത. ആ, അപ്പോഴേ ഇനിയുള്ള പ്രോഗ്രാമുകൾ എന്തൊക്കെയാ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല സാർ. നാളെ ഇവളുടെ വീട്ടിലേക്കൊന്ന് പോകണം. ആ, എന്നാ പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം എൻ്റെ വീട്ടിലേക്ക് പോര്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരുക്കി തരാൻ എൻ്റെ മിസ്സസ് സന്തോഷത്തോടെ കാത്തിരിക്കുക. അമ്മ വിളിക്കുന്നുണ്ട്, ഞാനിപ്പോ വരാം. സാറെടുത്ത് കഴുകി. നല്ല കുട്ടിയാ, സംസാരത്തിലും പെരുമാറ്റത്തിലും അതുണ്ട്. അല്ല, കല്യാണം കഴിഞ്ഞപ്പോ ഇവനത്ര നല്ലതായിട്ടൊന്നും പറയുന്നില്ല.
എന്താ പ്രശ്നം? എല്ലാം ഇവന്റെ കുഴപ്പം കൊണ്ടാ സാറേ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒരുപാട് പ്രതീക്ഷയോടെ ആ പെൺകുട്ടികൾ നമ്മൾ ആണുങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അത് മനസ്സിലാക്കി നമ്മൾ അവരെ കൂടെ നിൽക്കണം. അല്ലെങ്കിലും നിനക്ക് പെൺകുട്ടികളെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമൊന്നും ഇല്ലല്ലോ. അങ്ങനെയുള്ള നിന്നോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ആണിലും പെണ്ണിലും നന്മയില്ലാത്തവരുണ്ട്, ക്രിമിനൽ മൈൻഡ് ഉള്ളവരും ഉണ്ട്. എന്ന് കരുതി എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. അമ്മേ, ആ ഞങ്ങളങ്ങോട്ട് വന്നോണ്ടിരിക്കുക. അവിടെ ഇന്നലെ വന്ന് വിരുന്നുകാരൊക്കെ പോയോ? ആ അവരിന്നലെ തന്നെ പോയായിരുന്നു. ഇപ്പൊ ഇവിടെ ആരുമില്ല. ആ പിന്നെ കുറച്ചു മുൻപ് ഹരീഷേട്ടന്റെ കമ്പനിയിലെ MD വന്നിരുന്നു, നരേന്ദ്രൻ സാറ്. അദ്ദേഹത്തിന് ചായ മറ്റും കൊടുത്തോണ്ടിരിക്കുവായിരുന്നു ഞാൻ. ആ എന്നാ അത് നടക്കട്ടെ മോളെ, ഞാൻ വിളിച്ചോളാം. ശരി അമ്മേ. കാറൊന്ന് നിർത്തിയേ. ഒന്ന് നിർത്താൻ. എന്താ? എന്തു പറ്റി? എന്റെ തല വെട്ടിപ്പൊളക്കുന്ന പോലൊരു തോന്നല്. ഇന്നലെ രാത്രി മുതൽ നല്ല തലവേദന ഉണ്ടായിരുന്നല്ലോ. അതെ, എനിക്ക് എത്രയും പെട്ടെന്നൊരു ഡോക്ടറുടെ അടുത്ത് പോണം. നിങ്ങൾ തൽക്കാലം പോയിട്ട് വാ. അതെന്താ ചിത്ര താൻ അങ്ങനെ പറയുന്നത്? പോകുമ്പോ ഒന്നിച്ചു പോയാ മതി. ഞങ്ങളും വരാം ഡോക്ടറുടെ അടുത്തേക്ക്. വേണ്ടാന്നല്ലേ പറഞ്ഞത്. ഈ തലവേദന ഇന്നൊന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ചിലപ്പോൾ 2-3 മണിക്കൂർ റെസ്റ്റ് എടുക്കേണ്ടി വരും. ആയിക്കോട്ടെ, അത് നമുക്ക് ഹരീഷിനെ അനുമോളെയൊക്കെ വിളിച്ച് പറയാം. വേണ്ടെന്നല്ലേ പറഞ്ഞത്. നിങ്ങൾ പോയിട്ട് വരാൻ. നിങ്ങൾ പോയിക്കോ. ഓട്ടോ. അയാൾ എന്തായി കാണിച്ചത്? ഇനി ചിലപ്പോ എനിക്കൊപ്പം വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണോ അയാൾ ഇങ്ങനെ ചെയ്തേ? ഒന്നും അറിയില്ല. എന്റെ അച്ഛന്റെ അമ്മയുടെ മനസ്സിലെന്താണെന്ന് ഇപ്പൊ ഞങ്ങൾ മക്കൾക്ക് പോലും പിടിയിട്ടുന്നില്ല. അയാൾക്ക് എന്നെ ഒരു ഭർത്താവായിട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോ അവിടെ ചെന്ന് എന്ത് പറയുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. പറയാനൊരു കാരണം അമ്മ പറഞ്ഞല്ലോ. എന്നാ പിന്നെ യാത്ര നമുക്ക് നാളത്തേക്ക് മാറ്റിയാലോ? അത് വേണ്ട, ചേച്ചി അവിടെ കാത്തിരിക്കുക. എനിക്കൊന്ന് ചേച്ചിയെ കാണണമെന്നുണ്ട്. മോളെ, പെട്ടെന്നൊരു കോൾ വന്നുകൊണ്ടാ പോകേണ്ടി വന്നത്. NRIസിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടേ. അവരിൽ പലരെ കൊണ്ടും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യിക്കാമെന്നാണ് കരുതുന്നത്. അത് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഏതായാലും നിങ്ങൾ രണ്ടുപേരും ഞാൻ പറഞ്ഞ പോലെ വീട്ടിലെത്തണം. എവിടെ പോയില്ലെങ്കിലും ഞങ്ങൾ സാറിന്റെ വീട്ടിലെത്തിയിരിക്കും. അതുപോലെ തന്നെ പരസ്പര വിശ്വാസം ഉണ്ടെങ്കിൽ കുടുംബജീവിതം പോലെ സുന്ദരമായ മറ്റൊന്നില്ല. ആ
ബോധം രണ്ടാൾക്കും വേണമെന്ന് മാത്രം. ദേ അവരെത്തിയല്ലോ. ചേച്ചി മോളെ അമ്മ എവിടെ? അല്ല, ഞങ്ങൾ ഇങ്ങോട്ട് ഒന്നിച്ച് വരാൻ തുടങ്ങിയതാ. അപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്നൊരു തളർച്ച പോലെ തോന്നി, ഒരു തലചുറ്റല്. അയ്യോ, അമ്മ ഇപ്പൊ പരിചയമുള്ള ഏതോ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോയിരിക്കുവാ. എന്നാ പിന്നെ ഡോക്ടറെ അടുത്ത് പോയിട്ട് വന്നാൽ പോരായിരുന്നോ? ധൃതിയിൽ ഇറങ്ങിയിട്ട് ഓട്ടോയിൽ കയറി പോവായിരുന്നു. ഏത് ഡോക്ടറെ കാണാനാ പോയോന്നറിയാവോ? അയാളുടെ പരിചയത്തിലൊരു ഡോക്ടറുണ്ട്, ഡോക്ടർ സുഷമ. അങ്ങോട്ടായിരിക്കും പോയത്. എന്തായാലും എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി നിന്നതാ. പോകുന്നതിന് മുമ്പ് നിങ്ങൾ എത്തുകയും ചെയ്തു. പക്ഷേ എത്തിക്കഴിഞ്ഞപ്പോൾ കേട്ടത് ഒരു ബാഡ് ന്യൂസ് ആണല്ലോ. ഇടയ്ക്ക് വിളിച്ചിരുന്നു മോളെ. എനിക്ക് അർജന്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് സാറേ. അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടേ പോകത്തുള്ളായിരുന്നു. ഞാൻ മോളെയും മരുമോനെയും വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ട്. കഴിയുമെങ്കിൽ സാറും വൈഫും മോളും കൂടെ പോര്. ഓ, ആയിക്കോട്ടെ. എന്താ മോളുടെ പേര്? ദേവശ്രീ. അനുശ്രീയും ദേവശ്രീയും. കൊള്ളാം. ശരി, അപ്പൊ കാണാം. ശരി. ശരി. സാറേ, അനുമോളുടെ അമ്മയൊന്ന് വിളിച്ചു നോക്കിയേ. അയാൾ ഇങ്ങോട്ട് വിളിക്കാന്നാ പറഞ്ഞേ. സാരമില്ല, ഞാനിടയ്ക്ക് വിളിച്ചോളാം. എന്നാ പിന്നെ നമുക്ക് അകത്തേക്ക് ഇരിക്കാം. വാ. എന്തെങ്കിലും കഴിക്കണ്ടേ? അതൊക്കെ പിന്നീടാവാലോ. ആ, അതല്ലല്ലോ അതിന്റെ ഒരു രീതി. നിങ്ങൾ അകത്തേക്ക് വാ. വാ. മോനെ, എന്റെ മോളെ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് നിങ്ങൾ കൊണ്ടുവരണം. അവരവിടെ 2 ദിവസം നിൽക്കാനല്ലേ അമ്മേ പറയുന്നത്? അത് പറ്റില്ല. 2 ദിവസം ഒന്നും നിൽക്കണ്ട മോളെ, ഇന്ന് തന്നെ ഇങ്ങ് പോരെ. അവിടെ പ്രത്യേകിച്ച് ആരുമില്ലമ്മേ. ഡോക്ടർ ആൻഡ് ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. ഇവിടെ പിന്നെ ഒരുപാട് ആളുണ്ടല്ലോ. ശരി, നിനക്കിപ്പോ പോയി നിൽക്കാൻ ഒരുപാട് വീടുണ്ട്. ബാലേന്ദ്ര സാറിന്റെ വീട്ടിൽ അടിയും വഴക്കുവാണെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരണം. ഇവിടെ നിനക്ക് ബോറടിക്കുമ്പോ ഡോക്ടർ ആൻഡിയുടെ വീട്ടിലേക്കും. അതെന്തിനാണ് എല്ലായിടത്തും ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? മോൾക്ക് മോളുടെ കല്യാണം നടക്കുന്നവരെ ഇവിടെ നിന്നൂടെ? കല്യാണം കഴിഞ്ഞ ശേഷം ഇവിടെ നിൽക്കാം. അതെങ്ങനെയാ കല്യാണം കഴിഞ്ഞാ ഇവിടെ നിൽക്കുന്നത്? അതൊക്കെ മോൾക്കും എനിക്കും അറിയാം. ദേ, നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. ഡോക്ടറെ നമുക്കൊക്കെ അറിയാം, വളരെ നല്ല സ്വഭാവക്കാരിയാ. പക്ഷേ ഡോക്ടറുടെ ഹസ്ബൻഡ് എങ്ങനെയാണെന്ന് അറിയില്ല മോളെ. അദ്ദേഹം നല്ല ആളായതുകൊണ്ടല്ലേ ഡോക്ടർ ആൻറ്റി എന്നെ അങ്ങോട്ട് വിളിക്കുന്നത്. അമ്മയ്ക്കും ഹരീഷിനെ പോലെ സംശയം തുടങ്ങിയോ? എനിക്കൊരു സംശയമില്ല. പിന്നെ ഇന്നത്തെ കാലമായതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അതൊന്നും അല്ല കാര്യം. ഇവൾ ഇവിടുന്ന് പോകുന്നതിനോട് അമ്മയ്ക്ക് യോജിപ്പില്ല. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ജയശ്രീയുടെ വീട്ടിലേക്ക് പോകുന്നതിനെ അല്ല ഭയക്കേണ്ടത്, മറിച്ച് അഡ്വക്കേറ്റ് ചിത്രയുടെ വീട്ടിലേക്ക് പോകുന്നതിനെയാണ്. അവിടേക്ക് എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല. അവിടെയുള്ളത് എൻ്റെ അമ്മയാ. എന്നെ പ്രസവിച്ച എൻ്റെ അമ്മ. എടാ മോനെ, ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, പ്രസവിച്ച അമ്മയ്ക്ക് മാറ്റുകൂടും. അങ്ങനൊന്നും ഇല്ലമ്മേ. പിന്നെ അമ്മ എന്നെ തിരിച്ചറിയാത്തോണ്ടല്ലേ ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നേ. അതങ്ങ് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. ഡോക്ടർ ആൻറ്റി കാത്തിരിക്കായിരിക്കും. നീ വാ. നിന്നെ അവിടെ കൊണ്ട് വിട്ട ശേഷം വേണം എനിക്ക് എന്റെ ഫ്രണ്ട് അഭിയെ പോയെന്ന് കാണാൻ. ഞാൻ പോയിട്ട് വരട്ടെ. ചെന്നിട്ട് വിളിക്കണേ.
ദേവു, അമ്മയ്ക്ക് സീരിയസ് ആയിട്ടൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല മോളെ, പെട്ടെന്നായിരുന്നു പോണോന്ന് പറഞ്ഞത്. അതെ ചേച്ചി, പിന്നെ പറയാനോ മിണ്ടാനോ നിന്നില്ല, പോയി. മൊത്തത്തിൽ അമ്മയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അത് ഇന്നലെ കല്യാണം നടക്കുന്ന സമയം മുതലുണ്ട്. ഞാൻ ചേച്ചിയെ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നല്ലോ. അതിന്റെ തുടർച്ചയാണെന്ന് തോന്നുന്നു ഈ തളർച്ചയും തലവേദനയും ഒക്കെ. അച്ഛനെ അമ്മയ്ക്ക് ഇഷ്ടമല്ല എങ്കിലും നിങ്ങൾ മക്കള് അമ്മയ്ക്ക് ആത്മവിശ്വാസം കൊടുക്കണം. അമ്മയ്ക്ക് എന്തെങ്കിലും തളർച്ച ഉണ്ടാകുമ്പോൾ വെറുതെ ചോദ്യം ചെയ്ത് വശം കെടുത്തരുത്. ഇതാരാ? ഡോക്ടറുടെ പരാതി തീർന്നല്ലോ. ഇനിയിപ്പോ ഒരു ദിവസം ഇവളിവിടെ നിൽക്കട്ടെ. ആഹാ, എന്തിനാ ഒരു ദിവസം ആക്കുന്നേ? ഇനിയുള്ള ദിവസം മുഴുവൻ മോൾ ഇവിടെ തന്നെ നിന്നോട്ടെ. ഏയ് അത് പറ്റില്ല. അവിടെ എന്റെ അമ്മ ഇവിടെ കാത്തിരിക്കുക. ഇപ്പൊ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ വലിയ വിഷമായിരുന്നു അമ്മയ്ക്ക്. ആഹാ, അപ്പൊ ബാലേന്ദ്രൻ സാറിന്റെ വീട്ടിലേക്ക് മോള് പോകുമ്പോഴോ? ആ, ഇവള് പോവാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഞങ്ങളുടെ കൂടെ തന്നെ കാണും. ആ ചന്തുവാ, ആദ്യമായിട്ട് ഇങ്ങോട്ട് വരികയല്ലേ, അകത്ത് കയറിയിരിക്കെ. എന്തെങ്കിലും കഴിച്ചിട്ട് പോവാ. എനിക്ക് നല്ല തിരക്കുണ്ട്, ഞാൻ ഇടയ്ക്ക് വിളിക്കാം. ശരി ശരി, ഓക്കെ. മോളുവാ. ഇരിക്കെ. മോളെ കാണാൻ ഒരാള് വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുക. അതാരാ? എന്റെ ഹസ്ബൻഡ് തന്നെ. ഞാൻ പറഞ്ഞ് അദ്ദേഹത്തിന് മോളെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അന്ന് ബാലേന്ദ്ര സാറിന്റെ മോളുടെ കല്യാണത്തിന് എന്റെ ഹസ്ബൻഡ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആണോ? കൂടുതൽ സമയമൊന്നും അവിടെ നിന്നില്ല. ഒന്ന് തല കാണിച്ചിട്ട് ഉടനെ ഇങ്ങ് പോന്നു. അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു അന്നത്തെ ദിവസം. ഇപ്പൊ അങ്കിൾ ഇവിടെ ഇല്ലേ? ഇല്ല. മോള് വന്നു എന്നറിഞ്ഞ പാഞ്ഞിങ്ങെത്തും. അല്ല, ഇന്ന് ഡോക്ടറിന്റെ ഹോസ്പിറ്റലിൽ പോയില്ലേ? മോള് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ലീവ് എടുത്തിരിക്കുക. മോളെ ഇങ്ങോട്ട് വരുത്തിയിട്ട് ഞാനങ്ങ് പോകുന്നത് ശരിയല്ലല്ലോ. എങ്ങനെയുണ്ട് ചേച്ചി കാര്യങ്ങള്? ഞാൻ വിളിച്ചപ്പോ പറഞ്ഞില്ലേ, അതിനപ്പുറത്തൊന്നുമില്ല. പിടിച്ചു നിൽക്കാൻ പ്രയാസമാ. അത് അമ്മയോടെങ്ങാനും വിളിച്ചു പറഞ്ഞായിരുന്നോ? അതുകൊണ്ടാണോ അമ്മ ഇടയ്ക്ക് വെച്ച് പോയത്? ഞാൻ അമ്മയോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അമ്മയ്ക്ക് നീ പറഞ്ഞ പോലെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ചേച്ചി, ചേച്ചിയുടെ താലികെട്ട് നടക്കുന്ന സമയത്ത് അമ്മയെ കാണാതായപ്പോ ഞാൻ അന്വേഷിച്ച് പുറത്തേക്ക് ചെന്നു. അപ്പോ അമ്മ വിനായകൻ അങ്കിളുടെ കാല് പിടിക്കുന്നു. അമ്മയ്ക്ക് കാര്യമായിട്ട് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. അതിന്റെ തുടർച്ചയാ ഈ തലചുറ്റലും തലവേദനയും ഒക്കെ. ഞങ്ങളുടെ കൂടെ വരുമ്പോ മുതല് അമ്മയ്ക്ക് എന്തൊക്കെയോ ടെൻഷൻ ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിലാ ചേച്ചി ഫോൺ വിളിച്ചതും ഇടയ്ക്ക് കാറ് നിർത്താൻ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയതും. ഞങ്ങൾ ഇറങ്ങുന്നതിന് മുൻപേ തന്നെ ഓട്ടോയിൽ കയറി പോവുകയും ചെയ്തു. നമ്മളറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങള് അമ്മയുടെ മനസ്സിലുണ്ട്. അതെ ചേച്ചി, അത് സാവകാശം കണ്ടുപിടിക്കണം. അതൊക്കെ പോട്ടെ, ചേച്ചിക്ക് അയാളുമായിട്ട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ?
പറ്റില്ല മോളെ. തിരയടിച്ചോ കാറ്റടിച്ചോ ഒരേ കടലിന്റെ ഇരുകരകളിലുമായവർ. ആകാശവും കടലും കാഴ്ചക്കാരാകുന്നു. കാലം തനിക്കായി കാത്തുവച്ചതാണെന്ന് കരുതിയതെല്ലാം ഓർമ്മകളുടെ ചവറ്റുകുട്ടയിൽ. ഇത് വിധിയുടെ വിളയാട്ടം. ഈ പരമ്പര ഇവിടെ പൂർത്തിയാകുന്നു.